ആലപ്പുഴ കായംകുളം CPIMലെ ഭിന്നത പരിഹരിക്കാൻ മന്ത്രി സജി ചെറിയാൻ നേരിട്ട് ഇടപെടുന്നു. സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ 3 ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത യോഗം ചേർന്നു. രാജിക്കത്ത് നൽകിയ ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയെ സജി ചെറിയാൻ യോഗത്തിലേക്ക് നേരിട്ട് ക്ഷണിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സജി ചെറിയാന്റെ ഇടപെടൽ. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയത് വടകരയിൽ കനത്ത പോരാട്ടം നടക്കുന്നുവെന്നാണ്. അതേപോലെ തന്നെ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അവിടെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും തെരഞ്ഞെടുപ്പ് വിജയത്തെ കാര്യമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഇപ്പോൾ CPIMന്റെ ഇടപെടൽ. ആലപ്പുഴ ജില്ലയിലെ CPMന് വലിയ തോതിൽ തലവേദന ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കായംകുളത്ത് CPMൽ നടക്കുന്നത്. CPMലെ പ്രശ്നങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ വളരുകയായിരുന്നു. ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് CPMന്റെ കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ KL പ്രസന്നകുമാരി പാർട്ടിയുടെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചത്. അവരുടെ മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലുകളും പാർട്ടിക്ക് തലവേദനയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടലിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ മന്ത്രി സജി ചെറിയാനെ ചുമതലപ്പെടുത്തിയത്. ഇതനുസരിച്ച് സജി ചെറിയാൻ ഇന്നലെ ഈ ഏരിയ കമ്മിറ്റി അംഗത്വം രാജിവെച്ച KL പ്രസന്നകുമാരിയുമായി ചർച്ച നടത്തി. ചർച്ചയിൽ അവർ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് അനുകൂലമായ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 45 ദിവസക്കാലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രസന്നകുമാരി പാർട്ടി കമ്മിറ്റികളിലും ഒപ്പം തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും പങ്കെടുക്കാനായി എത്തിയത്. സജി ചെറിയാന് ഒപ്പം തന്നെയാണ് അവർ ഈ 2 യോഗങ്ങളിലേക്കും എത്തിയത്. ഇന്നലെ 2 പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കായംകുളം മേഖലയിൽ നടന്നത്. ഒന്ന് പത്തിയൂർ, രാമപുരം, കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത യോഗമായിരുന്നു. ആ യോഗത്തിൽ ഈ KL പ്രസന്നകുമാരി പങ്കെടുത്തു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് തല അവലോകന യോഗത്തിലും പ്രസന്നകുമാരി പങ്കെടുത്തു. ഇതോടുകൂടി പാർട്ടി ഈ പ്രവർത്തനത്തിലേക്ക് സജീവമായി തിരിച്ചു വരുന്നുവെന്ന സൂചനയാണ് പ്രസന്നകുമാരിയും അവരുടെ മകൻ ബിപിൻ സി ബാബുവും നൽകിയത്. ബിപിൻ സി ബാബുവിനെ നേരത്തെ അദ്ദേഹത്തിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ കൃഷ്ണപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അനുവദിച്ചിരുന്നു.